നമുക്കറിയാം ഗോൾഡ് കുറേ ദിവസങ്ങളായിട്ട് വളരെയധികം ബുള്ളിഷ് ആയിട്ടാണ് പോകുന്നത്. ഇന്നലത്തെ ദിവസം വളരെ സിമ്പിളായിട്ട് മാർക്കറ്റിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ട്രേഡാണ്. അതിൻ്റെ പിന്നിലുള്ള ലോജിക്കാണ് ഞാൻ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. ഒരു ട്രേഡ് എന്ന് പറയുന്നത് ഞാൻ ഇന്നലെ മാർക്കറ്റിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എടുത്തിട്ടുള്ള ചെറിയൊരു വീഡിയോ ആണ്. അത് വായിച്ചെടുത്തിട്ടുള്ള ഈ ഒരു ട്രേഡ് ഇപ്പം ഞാനിന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ബുധനാഴ്ച ആണ്. പക്ഷേ ഈ ഒരു ട്രേഡ് ഞാൻ എടുത്തിട്ടുള്ള ഇന്നലെയുള്ള ആ ഒരു വീഡിയോ ആണ് ഇപ്പം നിങ്ങളിപ്പോൾ ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ട്രേഡിന് പിന്നിലുള്ള ഇതിൽ ഞാൻ കൂടുതലായിട്ട് കാര്യങ്ങൾ ഡ്രോ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ സ്മാർട്ട് മണി കൺസെപ്റ്റ് എന്നിട്ടുള്ള ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് തന്നെയാണ് ട്രേഡ് എടുക്കാറ്. പ്രോപ്പർ റിസ്ക് മാനേജ് ചെയ്തിട്ട് ട്രേഡിൽ എൻ്റർ ആവുക, പ്രോഫിറ്റ് ആണെങ്കിൽ ലോസ് ആണെങ്കിൽ അക്സെപ്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകുക എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ട്രേഡിന് പിന്നിലുള്ള ലോജിക്ക് ഞാനിപ്പം കറൻ്റ്ലി ഇന്നിപ്പോൾ ബുധനാഴ്ച സമയം ഏകദേശം 8:30 ആവാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്തുള്ള മാർക്കറ്റിൽ വെച്ചിട്ടായിരിക്കും ഞാൻ ഇതിൽ എടുക്കാനുണ്ടായിട്ടുള്ള റീസൺസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇതായിരുന്നു ഇന്നലെ ആ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ 3 മിനിറ്റിലുള്ള ക്യാൻഡിൽസ് വെച്ചിട്ടാണ് ഞാൻ ആ ഒരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം ആ ട്രേഡ് എടുക്കുന്ന സമയത്തുള്ള ആ ഒരു സ്ക്രീൻഷോട്ടാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനുശേഷം ഉള്ള ആ ഒരു മൂവ്മെൻറ്റ്, അതായത് അടുത്ത ദിവസമാണ് ഇത് ടാർഗറ്റ് ഫുൾ ഹിറ്റ് ചെയ്യണത്. ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ വീഡിയോ ചെയ്യുമ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ മൂവ്മെൻറ്റ്സ് നിങ്ങൾക്ക് കാണാം. ആ ഒരു ഹൈ കയറി പോയിട്ടുള്ള ആ ഒരു ബാക്ക് പോർഷനാണ് നേരത്തെ നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷെ അതിനുശേഷം വളരെ വലിയൊരു കൺസോൾട്ടേഷൻ തന്ന് പിറ്റേ ദിവസം ചൊവ്വാഴ്ച എടുത്ത ട്രേഡ് ബുധനാഴ്ച എക്സിക്യൂട്ട് ആയിട്ടാണ് ഫുൾ ടാർഗറ്റ് അവിടെ അടിച്ചിരിക്കുന്നത്. അപ്പം ഇനി ഇതിന് പിന്നിലുള്ള ലോജിക്ക് എടുക്കാനുണ്ടായിട്ടുള്ള റീസൺ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇതാണ് ഗോൾഡിൻ്റെ 1 അവറിലുള്ള ചാർട്ട്. ഈ 1 അവറിലുള്ള ചാർട്ടിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഞാനൊരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ 1 അവറിൽ നോക്കുമ്പോൾ 1 അവറിൽ മാത്രമല്ല ഏത് ടൈം ഫ്രെയിമിൽ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിലും ഗോൾഡ് വളരെയധികം ബുള്ളിഷ് ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇങ്ങനെ അപ് ട്രെൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ചാർട്ടിൽ ഒരു പെർട്ടിക്കുലർ ലെവലിൽ നിന്ന് പ്രീവിയസ് ആയിട്ടുള്ള ലിക്വിഡിറ്റി കളക്ട് ചെയ്ത്, അതായത് ഇൻഡ്യൂസ്മെൻ്റ് എന്ന് പറയും, SMC കൺസെപ്റ്റിൽ വെച്ചിട്ട് പറയുമ്പോൾ അവിടെ ഇൻഡ്യൂസ്മെൻറ്റ് കളക്ട് ചെയ്തതിന് ശേഷം അവിടെ ഒരു മൊമെൻറ്റം കിട്ടി. അപ്പോൾ ആ ഒരു മൊമെൻറ്റം കിട്ടിയപ്പം ഞാൻ നേരെ 5 മിനിറ്റിലേക്കായിരുന്നു ആ ഒരു സമയത്ത് അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 5 മിനിറ്റിൽ നോക്കുമ്പോൾ 5 മിനിറ്റിൽ ഞാൻ അവിടെ ഒരു പ്രോപ്പറായിട്ട് ഒരു ഇംബാലൻസോട് കൂടിയിട്ടുള്ളൊരു ഓർഡർ ഫ്ലോ എനിക്ക് അവിടെ കിട്ടി. ആ ഒരു ഓർഡർ ഫ്ലോ ഞാൻ അവിടെ മാർക്ക് ചെയ്തിട്ട് ആ ഓർഡർ ഫ്ലോയിലേക്ക് എപ്പോഴാണോ ട്രേഡ് എക്സിക്യൂട്ട് ആണ് ആ ഒരു സമയത്ത് അതിൽ എൻഡ് പ്ലേസ് ചെയ്തിട്ട് അതിൻ്റെ 1:2 എന്ന് പറഞ്ഞിട്ടുള്ള റിസ്ക് റിവാർഡിലാണ് ഞാനൊരു ടാർഗറ്റ് എടുത്തിട്ടുള്ളത്. അതായത് ഇത് 1 അവറിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ചാർട്ടാണ്. അപ്പോൾ 1 അവറുള്ള ആ ഒരു ട്രേഡിൻ്റെ ഗോൾഡിൻ്റെ ചാർട്ടിൽ നമുക്ക് ബുള്ളിഷ്നെസ് ആണ്, അതുപോലെ തന്നെ അവിടെ ഒരു അപ്വേർഡിലേക്കുള്ള മൊമെൻ്റാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പം ആ ഒരു എൻട്രി എനിക്ക് ട്രിഗർ ആയതിനു ശേഷം അത് മാർക്കറ്റ് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കെ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം കണ്ടിന്യൂസ് ആയിട്ട് ഹയർ ഹൈ ഹയർ ലോ എന്നുള്ള ഫോർമേഷനിൽ മാർക്കറ്റ് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഇവിടെയുള്ള എല്ലാ ഓർഡർ ഫ്ലോയും ഓർഡർ ബ്ലോക്കുകളും ഇവിടെ മിറ്റിഗേറ്റഡ് ആണ്. ഒന്നും തന്നെ അൺമിറ്റിഗേറ്റഡ് ആയിട്ടുള്ള യാതൊരു വിധ ഓർഡർ ഫ്ലോകളോ താഴെ നമുക്കവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. പ്ലസ് ഇവിടെ പ്രോപ്പറായിട്ട് ഒരു ചാനലിൽ കൂടിയാണ് ഈ ഒരു മൊമെൻ്റ് നമുക്കിവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ഇവിടെ ഡ്രോ ചെയ്ത പോലെ തന്നെ ഇത്തരത്തിലുള്ളൊരു മൊമെൻറ്റം ഈ ചാനലിൻ്റെ ഉള്ളിൽ കൂടെ ഇവിടെ പ്രോപ്പറായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പെർട്ടിക്കുലർ ലെവലിൽ വെച്ചിട്ട് ഇവിടെ മാർക്കറ്റ് താഴത്തേക്ക് ഒരു ബ്രേക്ക് ഡൗൺ ആണ് തരുന്നത്. അപ്പോൾ നോർമൽ റീറ്റെയിലേഴ്സ് ഇവിടെ നിന്ന് എന്താ ചിന്തിക്കുക, ഈ ഒരു ചാനലിൽ ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടുമ്പോൾ അവിടെ സെല്ലിങ്ങിനുള്ള ഓപ്ഷൻസ് ആയിരിക്കും കൂടുതലായിട്ട് അവിടെ നോക്കുക. പക്ഷേ എനിക്ക് 1 അവറിൽ ഓൾറെഡി ഒരു ട്രെൻഡ് ബുള്ളിഷ് ആയതുകൊണ്ടും പ്ലസ് ഇതിവിടെ താഴെ ഇനി പ്രോപ്പറായിട്ടൊരു PDRയോ കാര്യങ്ങളോ ഒന്നും മിറ്റിഗേറ്റ് ചെയ്യാനില്ലാത്ത കാരണം ഇവിടെ ലാസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു ഓർഡർ ഫ്ലോ ഇവിടെ ബ്രേക്ക് ഔട്ട് കിട്ടി. ഇതൊരു ഫ്ലിപ്പ് എൻട്രി ആക്കിയിട്ടാണ് ഞാനിവിടെ കൺസിഡർ ചെയ്തത്. ആ ഫ്ലിപ്പ് എൻട്രി ആണുള്ള റീസൺ എന്ന് പറയുന്നത് കണ്ടിന്യൂസ്ലി ഡൗൺ സൈഡ് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഏറ്റവും ലാസ്റ്റുള്ള ഒരു സെൽ സൈഡ് ഓർഡർ ഫ്ലോ എന്ന് പറയുന്നത് ഓർഡർ ഫ്ലോ ആണ് നമുക്കിവിടെ സെൽ സൈഡ് ഉള്ളത്. അപ്പോൾ ഇവിടെ ഈ സെൽ സൈഡ് ഓർഡർ ഫ്ലോയിൽ വന്നിട്ട് മാർക്കറ്റ് ഇവിടെ ചെറിയ രീതിക്ക് ഒരു റിയാക്ഷൻ തന്നു. ആ റിയാക്ഷൻ തന്നതിന് ശേഷം അതിന് അതേപോലെ തന്നെ മുകളിലേക്ക് ബ്രേക്ക് ചെയ്യാണ്ടായത്. ഇവിടെ നടന്നിട്ടുള്ള സപ്ലൈ ഡിമാൻഡിലേക്ക് കൺവേർട്ട് ചെയ്യും. അപ്പോൾ ഞാൻ ആ ഒരു സപ്ലൈനെ ഇവിടെ ഡിമാൻഡിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് ഫ്ലിപ്പ് എൻട്രി മൊഡ്യൂൾ എന്ന് പറയും. ആ ഫ്ലിപ്പ് എൻട്രിയിൽ നമുക്കിവിടെ പ്രോപ്പറായിട്ട് ആ ഒരു ഓർഡർ ഫ്ലോയിലേക്ക് മാർക്കറ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് ആ ഒരു ഓർഡർ അവിടെ എക്സിക്യൂട്ട് ചെയ്യിച്ചിട്ടുള്ളത്. പ്ലസ് എനിക്കിവിടെയുള്ള കൺഫർമേഷൻ എന്ന് പറയുന്നത് 1 അവറിലുള്ള ട്രെൻഡ് ബുള്ളിഷ് ആണ്. അതുപോലെ തന്നെ ഈ പറയുന്ന സ്മോൾ ടൈം ഫ്രെയിമിൽ ഇവിടെ പാരലൽ ചാനലിൽ ഇവിടെ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് നടത്തിയിട്ടുണ്ട്. അപ്പം ഇവിടെ കൂടുതലും റീറ്റെയിലേഴ്സ് ചിന്തിക്കുക ഇനി മാർക്കറ്റ് ഡൗൺ സൈഡിലേക്കാണ് പോകുക എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ എന്താ സംഭവിച്ചത്, ആ ഡൗൺ സൈഡ് തന്നതിന് ശേഷം ഇവിടെ കുറേ ആൾക്കാർ ഈ ക്യാൻഡിലൊക്കെ കാണുമ്പോൾ ഉറപ്പായിട്ടും റീറ്റെയിലേഴ്സ് നല്ല രീതിക്ക് ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഈ ബിയറിഷ് ആയിട്ടുള്ള ഈ ക്യാൻഡിൽ കാണുമ്പോൾ. പക്ഷെ ഇവിടെ കുറച്ച് നേരം ഹോൾഡ് ചെയ്ത് വീണ്ടും റീടെസ്റ്റ് പോലെ എന്ന് കാണിച്ചിട്ട് വീണ്ടും കുറച്ച് നേരം കൂടെ കൺസോൾട്ടേറ്റഡായി നല്ലൊരു അപ്വേർഡ് മൊമെൻ്റ് അവിടെ ഉണ്ടായി. അപ്പോൾ ഈ ഒരു മൊമെൻ്റ് ഉണ്ടാവും എന്നുള്ളത് ഉറപ്പായിരുന്നു. കാരണം ഓൾറെഡി താഴെ അൺമിറ്റിഗേറ്റഡ് ആയിട്ടൊന്നും തന്നെ ഇല്ല. പിന്നെ 1 അവറിൽ ബുള്ളിഷ് ആണ്. പ്ലസ് ഇവിടെ
ഫ്ലിപ്പ് എൻട്രി എനിക്ക് അവിടെ എക്സിക്യൂട്ടായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. വീഡിയോയുടെ തുടക്കത്തിൽ നിങ്ങൾ കണ്ടിട്ടുള്ള ആ ഒരു മൊമെൻറ്റത്തിൻ്റെ ആ ഒരു ക്യാൻഡിൽസാണ് നിങ്ങളിപ്പോൾ ഇവിടെ കാണുക. അതിനുശേഷം പിറ്റേ ദിവസമാണെന്നല്ലോ എനിക്ക് ടാർഗറ്റ് അടിച്ചില്ല. അപ്പോൾ ഇത്രയും വലിയൊരു കൺസോൾട്ടേഷൻ ഇവിടെ നടന്നു. ഈ കൺസോൾട്ടേഷൻ നടന്ന് അതിനുശേഷം താഴത്തേക്ക് വീണ്ടും കുറച്ച് സെല്ലേഴ്സിനൊക്കെ അട്രാക്ട് ചെയ്തതിന് ശേഷമാണ് ഇവിടെ ഈ പറഞ്ഞിട്ടുള്ള നമ്മളെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം ഈ നമ്മൾ ഷോർട്ട് ടൈമിൽ എടുത്തിട്ടുള്ള ഈ ടാർഗറ്റും ഹിറ്റായി കൂടെ തന്നെ നമ്മൾ ലോങ് ടൈമിൽ എടുത്തിട്ടുള്ള 1 ഹവറിലുള്ള ടാർഗറ്റും ഇവിടെ ഇന്ന് തന്നെ ഹിറ്റായിട്ടുണ്ട്. അവരിൽ വളരെ സിമ്പിളായിട്ട് കൂടുതൽ വരകൾ കാര്യങ്ങളും ഇല്ലാണ്ട് തന്നെ നമുക്ക് പ്രോപ്പറായിട്ട് മാർക്കറ്റിങ്ങിൽ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ ഇതിൽ ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇവിടെ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലിക്വിഡിറ്റി, ഡ്രോൺ ലിക്വിഡിറ്റി എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ മാർക്ക് ചെയ്യുക. ഇവിടെ ലോ ടൈം ഫ്രെയിമിൽ ഏതൊക്കെ രീതിക്കാണ് അവിടെ ലിക്വിഡിറ്റികൾ ബിൽഡപ്പ് ആയിട്ടുള്ളത് എന്നുള്ളതൊക്കെ നമുക്കിവിടെ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷെ പോകെ പോകെ നമ്മൾ ചാർട്ട് കണ്ടൊരു എക്സ്പീരിയൻസ്ഡ് ആകുമ്പോൾ നമുക്ക് തന്നെ ഇത് വളരെ സിമ്പിളായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. തുടക്കത്തിൽ നമ്മൾ എല്ലാ രീതിക്കുള്ള പാറ്റേൺസും ആണെന്നുണ്ടെങ്കിലും സ്ട്രാറ്റജികളാണെന്നുണ്ടെങ്കിലൊക്കെ പഠിച്ചു വെച്ചിട്ട് അതിൽ നമുക്ക് നമ്മുടെ സൈക്കോളജി ഏതൊക്കെ രീതിക്ക് റീറ്റെയിലേഴ്സിൻ്റെ സൈക്കോളജി വർക്ക് ചെയ്യും, ഇൻസ്റ്റിറ്റ്യൂഷൻസ് എങ്ങനെയായിരിക്കും ചിന്തിക്കുക, ഓരോരോ ഇൻഡിക്കേറ്റേഴ്സ് വെച്ചിട്ടും അല്ലാതെ പല സ്ട്രാറ്റജികൾ വെച്ചിട്ടും ആൾക്കാരെങ്ങനെ ബിഹേവ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ തന്നെ ഒരു ഐഡിയോളജി ഉണ്ടാക്കിയെടുത്തിട്ട് ആ ഒരു കൺസെപ്റ്റിൽ വർക്കൗട്ട് ചെയ്യുമ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിക്കുള്ള പ്രോപ്പർ റിസ്ക് റിവാർഡിലുള്ള ട്രേഡ്സ് ഇനിഷ്യേറ്റീവ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ ട്രേഡിങ്ങിൽ സക്സസ് ആവും.